എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അടിപൊളി എയർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് സാൻഡ് ആൻഡ് ഫൺ സൗദി ജനറൽ ഏവിയേഷൻ എയർ ഷോ എന്നാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഉണ്ടായിരുന്ന റിയാദിലെ തുമാമ റോഡിലെ ഏവിയേഷൻ ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ഈ ഒരു പ്രോഗ്രാം നടന്നിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ആ ഒരു പ്രോഗ്രാം നടക്കുന്നിടത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. നമ്മൾ ചെന്നത് വെള്ളിയാഴ്ചയായിരുന്നു, ശനിയാഴ്ച വരെ ഉണ്ടായിരുന്നുള്ളൂ പ്രോഗ്രാം. അങ്ങനെ നമ്മൾ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് പോകണം. ഭയങ്കര വിജനമായിട്ടുള്ളൊരു റോഡായിരുന്നു. ആ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, പോകുന്ന വഴിയിലെല്ലാം നമുക്ക് ഇങ്ങനെ കുറേ ബാനറുകളൊക്കെ കാണാൻ പറ്റി. ആ ഒരു ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വിജനമായ ഒരു സ്ഥലമായിരുന്നെന്നറിയോ. അങ്ങനെ നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയേ നമുക്ക് 2 ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ പോകുന്ന വഴിയിൽ നമുക്ക് ഇങ്ങനെ ആ ഒരു എയർ ഷോ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, ധാരാളം ഹെലികോപ്റ്ററുകളും ഫ്ലൈറ്റും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ആ ഒരു പ്രോഗ്രാം നടക്കുന്നിടത്തോട്ട് നടക്കുകയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് 2 ജെറ്റുകൾ ലാൻഡ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. അപ്പോൾ തന്നെ അടുത്തൊരു ഗ്രൂപ്പ് അവരുടെ ആ എയർ ഷോയുടെ ആ ഒരു സ്റ്റണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള ഒരു എയർ ഷോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഫോർമേഷന് ഡയമണ്ട് ഫോർമേഷൻ എന്നാണ് പറയുന്നത്. അവിടെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് മൊത്തം ഈ എയർ ഷോയുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓരോ ഫോർമേഷനുകളും, ഡയമണ്ട് ഫോർമേഷൻ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു ജോർദാനിയൻ ടീമിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ സൗദി നാഷണൽ ഡേയുടെ അന്ന് പോയ സമയത്ത് ഇങ്ങനെ എയർ ഷോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയിരുന്നു. നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല. എന്തായാലും ഇത്തവണ വന്ന അടിപൊളിയായിട്ടുള്ളൊരു എയർ ഷോ ആണ് നമുക്ക് കാണാൻ പറ്റിയത്. ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു എയർ ഷോ ആയിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ എയർ ഷോയിൽ ഓരോ ഫോർമേഷനൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ വരും. അതേപോലെ തന്നെ ഇതിന് പറയുന്നത് ഡയമണ്ട് ഫോർമേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ആ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടപ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലായത്. നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് ഇത് കാണുന്നത്. നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. ശരിക്കും ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആകാശത്ത് ഒരു ഹാർട്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് അല്ലേ. ഒരു എയർ ഷോയിലാണ് ഇത് ചെയ്യുന്നത്. ഒരു ആകാശത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, എന്ത് അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആളുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും ഒക്കെ വന്നിട്ട് ഭയങ്കര പെർഫോമൻസ് നടക്കുകയാണ്. ശരിക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ. ഇത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. 4 എണ്ണം വന്നിട്ട് ഒരുമിച്ച് പോകുന്നതാണ്. നമുക്ക് തോന്നും ഇപ്പം ചെന്ന് ഇടിക്കുമെന്ന്, അങ്ങനെ തോന്നുമായിരുന്നു. അതേപോലെ തന്നെ ഇവർ ഭയങ്കര പൊക്കത്ത് പോയിട്ട് പെട്ടെന്ന് താഴോട്ട് വരുമ്പോൾ നമുക്ക് തോന്നുന്നത് താഴോട്ട് വീഴുന്ന പോലെ നമുക്ക് തോന്നുമായിരുന്നു. കണ്ടോ, ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ ഇരുന്ന് കാണുന്നത്. ഭയങ്കര ഒരു വിജനമായ ഒരു സ്ഥലത്താണ് ഈ ഒരു പ്രോഗ്രാം നടന്നിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ്. Keep your eyes on the flight of 3 and
നാഷണൽ ഡേക്ക് വന്ന സമയത്ത് നമുക്ക് എയർ ഷോ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതാ ഇന്ന് നമ്മൾ എയർ ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഈ കാണുന്നതൊക്കെ നമ്മളിപ്പോൾ കണ്ട സ്റ്റണ്ട് ചെയ്തിരുന്ന ആ ഒരു ജെറ്റുകളൊക്കെയാണ്. അത് ലാൻഡ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ജോർദാനിയൻ ടീമിൻ്റെ ആയിരുന്നു. 4 പേരടങ്ങിയിരുന്ന ആ ഒരു ഗ്രൂപ്പാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ ലാൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഫ്ലൈറ്റും ഹെലികോപ്റ്ററും ഒക്കെ കിടക്കുന്നത് കാണാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ എയർ ഷോ കാണാൻ പറ്റും. അതിങ്ങനെ മേളിൽ ചെന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വരുന്നത്. നമ്മൾ ഓർക്കും അതിപ്പോൾ താഴെ വീഴുന്നു, അതുപോലെയാണ് അത് വരുന്നത്. എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നടന്ന് കാണുകയാണ്. നമ്മൾ എയർ ഷോ കണ്ടിട്ട് കുറേ നാളായി. നമ്മൾ സൗദി നാഷണൽ ഡേയുടെ അന്ന് എയർ ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അന്ന് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഇങ്ങനെ ആൾക്കാർക്ക് ഇരുന്ന് ഈ എയർ ഷോ കാണാനായിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഇരുന്ന് വേണമെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാം, കാണാൻ പറ്റും. അതുപോലെ ഓരോരോ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം എയർ ഷോ എവിടെ ഉണ്ടെങ്കിലും കാണാൻ വരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടി. എന്തായാലും അടിപൊളിയാണ്. സാൻഡ് ആൻഡ് ഫൺ ജനറൽ ഏവിയേഷൻ എയർ ഷോ എന്നാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. ഇതിൻ്റെ ടിക്കറ്റ് വരുന്നത് 100 റിയാലാണോ ഒരാൾക്ക്. റിയാദിൻ്റെ തുമാമ റോഡിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. And if you thought his display in the Carbon Cup was impressive, just wait until you see this. നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഭയങ്കര അടിപൊളിയായിട്ടാണ്. ഓ, അടിപൊളിയാണോ എയർ ഷോ. ആളുകളെല്ലാം ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് കാണാം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. അങ്ങനെ ഫുള്ള് സെറ്റപ്പാണ് കേട്ടോ. അത് ഇവിടെ ഫുഡ് ട്രക്കൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ മേടിക്കാൻ പറ്റും. ഇങ്ങനെ അനൗൺസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിൽ. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഫുഡ് ട്രക്ക് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വേണമെങ്കിൽ മേടിച്ച് കഴിച്ച് ഇവിടുത്തെ എയർ ഷോയൊക്കെ കാണാം. KFC എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഫുഡൊക്കെ വേണമെങ്കിൽ വിശന്ന് കഴിഞ്ഞാൽ ഫുഡൊക്കെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. ഫുഡ് ട്രക്കൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നടന്ന് കാണുകയാണ്. എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണണ്ടേ. നല്ല വെയിലുണ്ട്. വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കും. ഇവിടെ എല്ലാം നമുക്ക് പ്രൈവറ്റ് ജെറ്റുകൾ കാണാൻ പറ്റും. അവിടെ ഇഷ്ടംപോലെ ജെറ്റുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ജെറ്റ് അടുത്തിരുന്ന് കാണുന്ന ആദ്യമായിട്ടുണ്ട്. ഓ, ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ഫുള്ള് ജെറ്റ് കേട്ടോ. ജെറ്റിൻ്റെ എന്ത് മൊത്തം ഫുൾ പ്രൈവറ്റ് ജെറ്റുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ജെറ്റുകളാണ്. നോക്കിക്കേ, ജെറ്റൊക്കെ അടുത്ത് കാണാൻ പറ്റുന്നത്. കൈ കൊണ്ട് നമ്മൾ തൊട്ടിരിക്കുകയാണ് ജെറ്റ്. ബ്ലാക്ക് വിങ് 650 അതാണ് ഇതിന്റെ പേര്. ജെറ്റാണിത്. നമ്മളിതാ ജെറ്റ് കൈ കൊണ്ട് തൊട്ടിരിക്കുകയാണ്. ഫ്യൂൽ ഒഴിക്കുന്ന എവിടെയാ? സ്റ്റണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്ന പ്ലെയിനുകളതല്ലേ? ശരിക്കും പറഞ്ഞാൽ ജെറ്റൊക്കെ ഇങ്ങനെ ആകാശത്തോടെ പോകുന്നതല്ലേ കണ്ടിട്ടുള്ളത്. അതായത് നമ്മൾ അടുത്ത് ഇങ്ങനെ കാണാണ്. ഈ കിടക്കുന്നത് മുഴുവൻ ജെറ്റുകളാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ചിലതൊക്കെ സ്റ്റണ്ടിന് ഉപയോഗിക്കുന്നത്, ചിലത് പ്രൈവറ്റ് ജെറ്റുകൾ. നമുക്ക് ധാരാളം കിടക്കുന്ന കാണാം. കണ്ട ഇവിടെ എല്ലാം കിടപ്പുണ്ട്. DMPCR രണ്ടാളുകൾക്ക് ഇരിക്കാം. ആകാശത്തോടെ ചീരി പാഞ്ഞ ഇങ്ങനത്തെ കുറെ ജെറ്റുകളൊക്കെ ഏതല്ലേ ഈ കിടക്കുന്നത്. ഇവിടെ ഒരു എയർക്രാഫ്റ്റ് എക്സിബിഷനാണ് കാണിച്ചേക്കുന്നത്. ധാരാളം ഫ്ലൈറ്റുകളും അതേപോലെ തന്നെ ജെറ്റും ഒക്കെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതിനിടയിൽ നമുക്ക് ആകാശത്തിലെ മനോഹരമായ കാഴ്ചകളും കാണാൻ പറ്റും.
ചീറിപ്പാഞ്ഞ ഒരു ഹെലികോപ്റ്ററാണ് ഇത് ഈ കിടക്കുന്നത്. കണ്ട, നമുക്ക് ഇങ്ങനെ അടുത്തിങ്ങനെ കാണാൻ പറ്റും. അടിപൊളിയായ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഈ ഫ്ലൈറ്റ്, ഹെലികോപ്റ്റർ, ജെറ്റ്, ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അടിപൊളി ഒരു സ്ഥലമാണിത്. ഇത് 2 ദിവസം കൂടെയൊക്കെ ഉള്ളൂ ഈ ഒരു പ്രോഗ്രാം, 2-3 ദിവസം കൂടെ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റും. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല, എന്നാലും നമ്മളൊരു ഹെലികോപ്റ്ററിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. റെഡ് കളറിലെ ഒരു ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്റർ കിടക്കുന്നുണ്ടോ? നമ്മളിത് സ്കാൻ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അങ്ങനെ കുറേ ആൾക്കാർ അതിനകത്തിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അധികം തിരക്കായതുകൊണ്ട് നമ്മൾ അവിടെ പോയില്ല. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു. എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ജെറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മോഡൽ കാണാൻ പറ്റി, ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എൻജിനൊക്കെ ഇത് കണ്ടോ, കോ പൈലറ്റും പൈലറ്റിൻ്റെയും സീറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ എൻജിൻ, ഇതെന്തല്ലേ എൻജിനൊക്കെ ഇങ്ങനെ നോക്കിക്കേ, ഇങ്ങനെ ഇതിൻ്റെ എൻജിനൊക്കെ ഇരിക്കുന്നല്ലേ. വീലൊക്കെ കണ്ടോ, എൻജിനുണ്ടോ. ഡ്രോണാണ് ഈ കാണുന്നത്. എക്സിബിഷനാണ്, ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതുണ്ടോ ഡ്രോണാ, ഇത് ഡ്രോണാ തോന്നുന്നല്ലേ. ഇതുണ്ടോ ഡ്രോണൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റിയിരിക്കുകയാണ്. ഇത്രയും വലിയ ഡ്രോണോ. ഡ്രോണിനകത്തുള്ള സംഭവങ്ങളൊക്കെ മൊത്തം ഇതിനകത്താണ് സെറ്റ് ചെയ്യുന്നല്ലേ. ഇതൊക്കെ ചെറിയ ഡ്രോണുകളാണ്. ഒത്തിരി ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു ജെറ്റാണിത്. ഒത്തിരി രാജ്യങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത ഒരു ജെറ്റാണ് ഈ കാണുന്നത്. ജംഗേഴ്സ്. നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനത്തെ ജെറ്റൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലേ. ബാക്കിൽ ഒരാൾക്കിരിക്കാം, ഫ്രണ്ടിൽ ഒരാൾക്കിരിക്കാം. ഭയങ്കര വലുതാട്ടോ. ഇത് മെറ്റീരിയലൊക്കെ കണ്ടോ, ഭയങ്കര അടിപൊളിയാട്ടോ. ഇത് തൊടാനൊക്കെ പറ്റിയതിന് വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക്. ഇതുണ്ട് ഇതിൻ്റെ ആ ഒരു സിസ്റ്റമൊക്കെ കണ്ടോ, ഭയങ്കര എന്താ പറയുക, ഒത്തിരി സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഭയങ്കര അലുമിനിയത്തിലൊക്കെ പിടിക്കുന്ന പോലെ അല്ലേ. ഒത്തിരി പഴയതാണ്, നല്ല സ്ട്രോങ് ആണ്, ഒത്തിരി ഹിസ്റ്ററി ഒക്കെ ഉള്ളതാണ്. ഒത്തിരി ഹിസ്റ്ററി ഉള്ളത് ഫുള്ള് ഡ്രോണുകളും അതുപോലെ ജെറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവർ മെയിനായിട്ട് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതായത് ഇതെല്ലാം ഡ്രോണുകളാണ്. ഉണ്ടാക്കിയേക്കുന്നതാണോ ATC ആണോ? ഇവിടുത്തെ ATC ക്ലബുണ്ട് ഇവിടെ. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാലേ ഈ ഫ്ലൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ജെറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ഡ്രോണുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലേ, ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. എന്തോരം ജനങ്ങളാണെന്നല്ലേ ഇവിടെ വന്നേക്കുന്നത് അല്ലേ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എയർ ഷോ നമുക്ക് കാണാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സൗദി നാഷണൽ ഡേക്ക് പോയിട്ട് ഞങ്ങൾക്ക് എയർ ഷോ കാണാൻ പറ്റിയില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരുന്നപ്പോൾ ഇവിടെ അടിപൊളി എയർ ഷോ. അങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഫോഴ്സിൻ്റെ കൂടെ ഒക്കെ ചെയ്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടംപോലെ മിലിറ്ററി ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ അവിടെ ഫുള്ള് ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാം ഇങ്ങനെ നടക്കുകയാണ് ഇതുവഴി കൂടെ.
ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഈ ഒരു ഫ്ലൈറ്റും അതുപോലെ തന്നെ എയർ ഷോ ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത് രണ്ടാളുടെ അച്ഛന്മാർ പട്ടാളക്കാരന്മാരായിരുന്നു, അതുകൊണ്ട് തന്നെ പല മിലിറ്ററിയുടെ സാധനങ്ങളും അങ്ങനത്തെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമായി. ഇനി പ്രത്യേകിച്ച് ഞാനിങ്ങനത്തെ ആർമി ഓഫീസർമാരൊക്കെ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുപോലെ ഇത് ശരിക്കും അടിപൊളിയാട്ടോ, ഈ ഒരു എയർ ഷോ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് ട്രക്ക് ഉണ്ട്. നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ വിശന്ന് പോകുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ ഫുഡ് ട്രക്ക് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ മേടിച്ച് കഴിക്കാം. ഇതിവിടെ ഗാലറി ഇരുന്ന് നമുക്ക് ഇവിടുത്തെ എയർ ഷോ ഒക്കെ കാണാൻ പറ്റും. നോക്കി ഇതൊരു പ്രത്യേക സ്ഥലത്തായിരുന്നു, ഈ ഒരു സ്ഥലം തന്നെ നോക്കിക്കോ, ഭയങ്കര ബാക്കിലൊക്കെ നോക്കി ഭയങ്കര മലയൊക്കെ പോലെ തോന്നുന്നു. ഭയങ്കര അടിപൊളി ഒരു സ്ഥലമാണ്. അയ്യോ ഇത് കണ്ടോ, ശരിക്കും അടിപൊളിയായിട്ടുണ്ടല്ലേ. നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ, അതായത് നേരിട്ട് കണ്ടേക്കാണ്. റോയൽ സൗദി ലാൻഡ് ഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്ററാണ് ഈ കാണുന്നത്. നോക്കിക്കേ എന്തല്ലേ, ഓ ഭയങ്കര തന്നെ. അയ്യോ ഇതൊക്കെ ശരിക്കും നോക്കിയാ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സംഭവം. ഇപ്പോഴാണ് ഈ സാധനമൊക്കെ ഒന്ന് കാണുന്നത് കേട്ടോ. ഫുള്ള് കണക്ഷൻസാണ് ബാക്കിലൊക്കെ നോക്കിക്കേ, ഇത് ഭയങ്കരമായിട്ട്. ഇവിടെയുള്ള ഒത്തിരി ചെറിയ ചെറിയ ഒത്തിരി ജെറ്റുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഓ ഇത് കണ്ടോ, ഇത് ഭയങ്കര വലുതാട്ടോ. 4 സൈഡിൽ കൂടെയും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഭയങ്കര വലുതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുതായത്. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ഇതൊന്നും നമ്മുടെ ലൈഫിൽ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഭയങ്കരമായി മിസൈലൊക്കെ വിടുന്നല്ലേ. നല്ല മിസൈലാണ്, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള മിസൈൽ. ഓ അത് കണ്ട ഞങ്ങളിതാ മിസൈല് കണ്ടിരിക്കുകയാണ്, തൊട്ടിരിക്കുകയാണ്. എന്തല്ലേ ഇത്, 45 കിലോയോ. ഇതാണ് മിസൈൽ, ഇങ്ങനെ മിസൈലൊക്കെ ഇരിക്കുന്നല്ലേ. വിടോ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ചേക്കോ ഇതുണ്ടോ, മിസൈലാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെയാണ്. ഇതൊക്കെ എന്താ, ഇതൊക്കെ ഫില്ല് ചെയ്യോ? 45 കിലോകളുണ്ട് ഈ ഒരു സാധനം. ഓ ഇതെല്ലാം ഫൈറ്റർ കേട്ടോ. നമുക്ക് വലിയൊരു ഫ്ലൈറ്റ് കാണാം, പിന്നെ കാണുന്ന മൊത്തം ഫൈറ്ററാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് F-15 ഫൈറ്റർ ജെറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പാസഞ്ചർ ഫ്ലൈറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പാസഞ്ചർ പ്ലെയിൻ കാണാൻ പറ്റും, ചെറിയ ജെറ്റുകൾ, പ്രൈവറ്റ് ജെറ്റുകൾ, സ്റ്റണ്ട് ചെയ്യുന്ന ജെറ്റുകൾ, അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റുകൾ, F-15 ഫൈറ്റർ ജെറ്റുകൾ, മിലിറ്ററി ഹെലികോപ്റ്ററുകൾ, സാധാരണ ഹെലികോപ്റ്ററുകൾ, ഒരുമാതിരിപ്പെട്ട എല്ലാ എയർക്രാഫ്റ്റുകളും നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്ന F-15 ഫൈറ്റർ ജെറ്റാണ്, അത് ലാൻഡ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്.
The runway, they'll approach at 300 kilometers per hour. വേറൊരു F-15 ടേക്ക് ഓഫ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇത് F-15 ഫൈറ്റർ ജെറ്റാണ് ഈ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എല്ലാ ആൾക്കാരും വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. നമ്മൾ കുറച്ച് മുമ്പ് ഒരു F-15 ഫൈറ്റർ ജെറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് കണ്ടിരുന്നല്ലോ. അത് ലാൻഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ അടുത്ത പെർഫോമൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. 4 പ്ലെയിനുകളുടെ ഒരു പെർഫോമൻസ് ആണ് നമുക്കിനി കാണാൻ പറ്റുന്നത്. ഇത് ഇറ്റലിയുടെ ഒരു ടീമാണ് വന്നിട്ട് പെർഫോം ചെയ്യുന്നത്. നോക്കിക്ക് ഇരുട്ടായി തുടങ്ങി. നമുക്ക് ഇത് കണ്ടോണം, അവരൊരു ട്രീ ആണ് ഫോം ചെയ്യുന്നത്. നോക്കിക്ക് എന്തല്ലേ, ഒരു ആകാശത്ത് അവരൊരു ട്രീ ഫോം ചെയ്തിരിക്കുകയാണ്. ആകാശത്തൊരു വിസ്മയം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാ പെർഫോമൻസും സൂപ്പറായിരുന്നു. അങ്ങനെ അടുത്ത പെർഫോമൻസും സ്റ്റാർട്ടായി. ആ ഒരു ടീം വന്നിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അടുത്തൊരു പെർഫോമൻസ് സ്റ്റാർട്ടായി. ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു എയർ ഷോ കാണുന്നത്. കണ്ടോ, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. നമ്മൾ ഒത്തിരി എയർ ഷോകൾ സൗദിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും സൗദിയിൽ വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് തോന്നിയ ഒരു എയർ ഷോ ഇതാണ്. ഇത് കണ്ടോ, ആ ഒരു ബാക്കിൽ കൂടെ ആ ഒരു ഫ്ലെയിംസ് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് എന്താ തീ പിടിച്ചോ എന്നൊക്കെ തോന്നും. ആ ഒരു രീതിയിലാണ് അത് മൊത്തം ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ചെറുതായിട്ട് ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ഫയർ വർക്ക്സും അതുപോലെ തന്നെ ഡ്രോൺ ഷോയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് ഇരുട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എയർ ഷോ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, വേറൊരു ലെവൽ എയർ ഷോയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നമ്മുടെ ലൈഫിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എയർ ഷോ കാണുന്നത്. കണ്ടോ, 4 ജെറ്റുകൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇങ്ങനൊരു അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് സമ്മാനിച്ചേക്കുന്നത്. വീഡിയോയുടെ ലെങ്ത് വളരെ കൂടിപ്പോയതുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഡ്രോൺ ഷോയുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.